ഇന്ന് നമ്മൾ കാണിക്കുന്ന വീഡിയോയ്ക്ക് പുറമെ ഇന്ന് വിപരീതമായിട്ടാണ് കേട്ടോ വീഡിയോ ചെയ്യുന്നത്. നമ്മളെന്നും സാധാരണയായിട്ട് മില്യൻ ബെൽസ്, പെറ്റൂണിയ, വിങ്ക ഇതൊക്കെയാണ് കാണിക്കുന്നത്. ഇന്ന് കുറച്ച് ഓർക്കിഡ് നടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓർക്കിഡ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് പച്ച കളറിലുള്ള പായലുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കുറച്ച് തൊണ്ടും കൂടെ എടുത്തിട്ട് സാഫിൽ ഒന്ന് ഇട്ടേക്കുകയാണ് കേട്ടോ. ഒരു അരമണിക്കൂറോളം ഇട്ടിട്ടുണ്ട്. എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ പ്ലാന്റ് പോകുമല്ലോ. പിന്നെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ എനിക്ക് ഓർക്കിഡ് നടുന്നതിനെക്കുറിച്ച് വലിയ പിടുത്തം ഇല്ല. ഒരു 6-7 വർഷം മുമ്പ് ഞാൻ വാങ്ങിയ ഓർക്കിഡ് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. എൻ്റെ മുന്നത്തെ വീഡിയോസിലൊക്കെ ഞാൻ ആ ഒരു പ്ലാന്റാണ് കാണിക്കുന്നത്. അതേ സെയിം പ്ലാന്റ് ഒരു 6-7 വർഷമായിട്ട് എൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ കുറച്ച് ഇഷ്ടം തോന്നിയിട്ട് കുറച്ച് ഓർക്കിഡ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓർക്കിഡ് നടാനായിട്ട് ഞാൻ ഇതുപോലെ കണ്ണുള്ള അടിഭാഗത്ത് കണ്ണുള്ള പോട്ടാണ് എടുക്കുന്നത്. നേരത്തെയൊക്കെ അല്ലാണ്ട് ഇങ്ങനെ വെള്ളം വാർന്നു പോകാത്ത ടൈപ്പ് പോട്ടൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഇങ്ങനത്തെ പോട്ടും കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇങ്ങനത്തെ പോട്ട് എടുക്കുന്നു. ഇതാകുമ്പോഴത്തേക്കും വെള്ളം ഓവറാകുമ്പോൾ അടിയിൽ കൂടെ പൊക്കോളും. പിന്നെ നമ്മൾ കരിക്കട്ട എടുക്കുന്നു കേട്ടോ. ഇപ്പം ഗ്യാസ് സ്റ്റൗവിലാണ് പാചകവും എല്ലാം. അപ്പോൾ കരിക്കട്ടയൊക്കെ പുറത്തുനിന്ന് വാങ്ങേണ്ടി വന്നു. 80 രൂപ എന്തോ ആയി കേട്ടോ ഈ ഒരു പാക്കറ്റിലെ കരിക്കട്ട വാങ്ങാനായിട്ട്. അങ്ങനെ പിന്നെ കുറച്ച് ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്. നേരത്തെ ഞാൻ ഇതിലേക്ക് കുറച്ച് ചുടുകല്ല് ചേർക്കാറുണ്ടായിരുന്നേ. ഇപ്പോൾ അതൊന്നും കിട്ടാനില്ലാത്തത് കൊണ്ട് നമ്മുടെ ചകിരിയുടെ ഇത് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഇങ്ങനെ ചകിരി ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഓർക്കിഡിൽ യൂസ് ചെയ്യുന്ന ടൈപ്പിന്. അപ്പോൾ അതും ഞാൻ കുറച്ച് പുറത്തുനിന്ന് വാങ്ങിച്ചു. കാരണം കുറച്ചധികം നടാനുണ്ടായിരുന്നത് കൊണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന തൊണ്ട് തികയില്ലായിരുന്നു. അപ്പോൾ അതും പുറത്തുനിന്ന് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മുടെ തൊണ്ടും കുറച്ച് ചാണകപ്പൊടിയും കുറച്ച് നമ്മുടെ കരിക്കട്ട ഇട്ടിട്ടാണ് നട്ടിട്ടുള്ളത്. അപ്പോൾ കുറച്ചധികം പ്ലാന്റ് ഞാൻ ഇന്ന് പോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ച് ദിവസമായി ഇത് വാങ്ങിയിട്ട് വന്നിട്ട് ഇന്നാണ് കുറച്ച് ടൈം എടുത്തിട്ട് പോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഒരു പൂവൊക്കെ ഒടിഞ്ഞു പോയി. എന്നാലും സാരമില്ല, നമുക്ക് ഇനി പുതിയ പുതിയ പൂക്കൾ കിട്ടുമല്ലോ ഇതിൽ നിന്ന്. പിന്നെ ഓർക്കിഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പൂക്കൾ കൊഴിഞ്ഞു പോകില്ല കേട്ടോ. ഒത്തിരി ദിവസം നിൽക്കും. ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. എൻ്റെ കയ്യിലൊരു ലാവണ്ടർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നല്ല ഭംഗിയാണ് കാണാൻ. അതുകൊണ്ടാണ് കുറച്ച് ഓർക്കിഡ് ഞാനിപ്പോൾ വാങ്ങിയത്. പിന്നെ വാങ്ങിയപ്പോൾ തന്നെ കുറച്ച് അതിൽ നിന്ന് തൈകൾ ഉണ്ടാക്കാൻ പറ്റി. കുറച്ച് തൈകൾ ഞാൻ അപ്പോൾ തന്നെ സെപ്പറേറ്റ് ചെയ്ത് ചെറിയ പോട്ടിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വച്ച സമയത്ത് ഓരോ പ്ലാന്റും ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് വച്ചത്. മാർക്കർ ഉണ്ടായിരുന്നില്ല കേട്ടോ എൻ്റെ കയ്യിൽ മാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ആ സമയത്ത് വെച്ചിട്ട് പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലാന്റ് മാറ്റിയപ്പോൾ തൈകൾ ഏതിൻ്റെയാണെന്ന് മറന്നുപോയി. അങ്ങനെ ഒരു അബദ്ധം എനിക്ക് പറ്റിയിട്ടുണ്ട്. ഈ ഒരു പോർഷൻസിലാണ് നമ്മൾ ഓർക്കിഡ് ഹാങ് ചെയ്യാൻ പോകുന്നത്. അവിടെ 2 ഹാങ്ങിങ് ജെറേനിയം കിടക്കുന്നുണ്ട്. അതിനെ ഒന്ന് മാറ്റിയിട്ട് ഈ ഒരു പോർഷനിൽ ഇടുകയാണ് കേട്ടോ. പിന്നെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കുറേ നാളായിട്ട് സീഡ്ലിങ് ഉണ്ടായ പ്ലാന്റ് ഇതുപോലെ നിന്ന് ഈ പൂക്കൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഒരെണ്ണത്തിനെ എടുത്തിട്ട് ഇപ്പോൾ പോട്ടി മിക്സിലേക്ക് വെക്കുകയാണ് കേട്ടോ. ഒട്ടും സമയമില്ലാത്തത് കൊണ്ടാണ് മാറ്റിയൊക്കെ നടാത്തത്. കാരണം ഒരുപാട് പ്ലാന്റ്സ് ഉള്ളത് കൊണ്ട് എല്ലാത്തിനെയും ശ്രദ്ധിക്കാനുള്ളൊരു സമയം കിട്ടുന്നില്ല. നമ്മുടെ റോസ് പ്ലാന്റ് ഉണ്ട്, നമുക്ക് വിങ്കയുണ്ട്, പെറ്റൂണിയ ഉണ്ട്, മില്യൻ വെൽസ് ഉണ്ട്. പിന്നെ അല്ലറ ചില്ലറ കുറേ ഒടിച്ചുത്തിയുണ്ട്. ഒടിച്ചുത്തി എന്ന് പറഞ്ഞാൽ പോപ്പിച്ചെടി കേട്ടോ, നമ്മുടെ നാടൻ ബാൽസം. പിന്നെ കുറച്ചധികം ഡബിൾ പെറ്റൽസ് ഉണ്ട്. പിന്നെ നമ്മുടെ ക്രസാന്തിമം ഉണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാത്തിനും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്താണ് ഇത് പെറ്റൂണിയയിൽ ചെറിയൊരു പണി കിടക്കുന്നത് കണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, വെള്ളം ഒഴിക്കും എല്ലാ പ്ലാന്റ്സിനെയും ഒരുപോലെ ശ്രദ്ധിക്കാനായിട്ട് സമയം കിട്ടാറില്ല. അപ്പോൾ ഇന്ന് കുറച്ച് പെറ്റൂണിയ കെയറും ചെയ്യുന്നുണ്ട് കേട്ടോ. പെറ്റൂണിയയിലെ ഡബിൾ പെറ്റൽ വയലറ്റ് എൻ്റെ നിന്ന് ഒറ്റ നിപ്പിന് അടിച്ചു പോയി. ഞാൻ പ്ലാന്റ്സ് നന്നായിട്ട് പൊടിപ്പിച്ച് വെച്ചിരുന്നതായിരുന്നു. റിപ്പോർട്ട് ചെയ്തപ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നിട്ട് പ്ലാന്റ് എൻ്റെ നിന്ന് മിസ്സായിട്ടുണ്ട് കേട്ടോ. ഡബിൾ പെറ്റലിൻ്റെ വയലറ്റ്, അതുപോലെ തന്നെ വൈറ്റിനും ചെറിയ പ്രശ്നം വന്നു. അപ്പോൾ അതെനിക്ക് തൈ കട്ട് ചെയ്തെടുക്കാൻ പറ്റിയില്ല കേട്ടോ. 2 പ്ലാന്റ് ഉണ്ടായിരുന്നു. ഒന്ന് പോയപ്പോൾ ഞാൻ ഒന്ന് സമാധാനിച്ചു. പക്ഷേ അതിലും ഇപ്പോൾ ചെറിയ പ്രശ്നം ഉണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ടിരിക്കുകയാണ്. കണ്ടത് ഒരുപാട് സർവൈവ് ചെയ്യുന്ന ഒരു പെറ്റൂണിയാണ് കേട്ടോ. എന്തോരം അഴുക്കുകളാണ് അടിഭാഗത്ത് പറ്റി പിടിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ഒരു പ്ലാന്റ് രക്ഷപ്പെടും.
അപ്പോൾ അതൊക്കെയാണ് കേട്ടോ. ഒരു വെള്ള സംഭവം, ഈ ഉറുമ്പിൻ്റെ മുട്ടയാണോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അതെന്താ ഒരു സംഭവം. ഇതാണ് പെറ്റൂണിയയിലും മില്യൺ മിൽസിലൊക്കെ കണ്ടുവരുന്നത്. മീലി ബഗ്സ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഈ സംഭവമാണ്. അപ്പോൾ ഇതിനെ എല്ലാത്തിനും എടുത്തിട്ട് മാജിക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഞാനൊരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഇങ്ങനെ വന്ന പെറ്റൂണിയയിൽ സാഫ് കൊടുത്തു കഴിഞ്ഞാൽ പെറ്റൂണിയ രക്ഷപ്പെടുമെന്ന്. ഇതൊരു ചെറിയ പ്ലാന്റ് ആയിരുന്ന സമയത്ത് ഉണ്ടായതാണ് ആ ഒരു തണ്ടിലൊരു കേട്. പക്ഷെ നോക്കൂ, ഇത്രത്തോളം വലുതായിട്ടും ആ പ്ലാന്റിന് ഒരു കുഴപ്പവും വന്നിട്ടില്ല. അതായത് നമുക്ക് റൂട്ടിന് മുകളിൽ എന്ത് ഡാമേജ് വന്നാലും പെറ്റൂണിയയ്ക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുമേ. റൂട്ടിന് താഴേക്ക്, അതായത് പ്ലാന്റിൻ്റെ സ്റ്റെമ്മിന് ഏറ്റവും മണ്ണുമായിട്ട് നിൽക്കുന്ന ഭാഗത്തിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വേണമെങ്കിൽ ഒന്ന് ഹൈഡ്രജൻ പെറോക്സൈഡൊക്കെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്ത് നമ്മുടെ പ്ലാന്റ് ഒന്ന് തളർന്ന് കിടക്കുകയാണെങ്കിൽ കൊടുക്കാം. പക്ഷേ അതൊന്നും ഫലപ്രദമാവണമെന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞ ആ ടെക്നിക്ക് ഒന്ന് യൂസ് ചെയ്ത് നോക്കൂ. തണ്ടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ സാഫ് ഒന്ന് കട്ടിക്ക് കൊടുത്താൽ മതി. അപ്പോൾ ആ പ്ലാന്റ് എന്തായാലും സർവൈവ് ആവും. കണ്ടോ എന്തോരം കട്ടിങ്സ് എടുക്കാനുണ്ട്. നല്ല ഫ്ലവറിങ് ആയ പ്ലാന്റാണ് ഇത്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലെ ശ്രദ്ധിക്കാൻ ടൈം ഇല്ലാണ്ടായപ്പോൾ പെറ്റൂണിയ ഇതുപോലെ ആവും. അത് പെറ്റൂണിയയും എല്ലാ പ്ലാന്റ്സും അങ്ങനെ തന്നെയാണ് കേട്ടോ. മില്യൺ മിൽസൊക്കെ അറിയാലോ, അത്രയും സെൻസിറ്റീവ് പ്ലാന്റാണ്. എന്തെങ്കിലും ചെറിയൊരു എറർ വന്നു കഴിഞ്ഞാൽ അപ്പാടെ പോകും. ഇതൊരു ഐവറിയുടെ പ്ലാന്റാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഐവറിയുടെ പ്ലാന്റൊക്കെ എൻ്റെ കയ്യിൽ ചുരുക്കം ആയിട്ടുണ്ട്. വല്ലാണ്ട് എല്ലാം നശിച്ചു പോയി. അപ്പോൾ എല്ലാത്തിലും ഞാനൊന്ന് ക്ലീൻ ചെയ്തിട്ട് മാജിക് കൊടുക്കുകയാണ്. ഇതിലൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ലീഫും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഇന്ന് ക്ലീൻ ചെയ്തിട്ട് കുറച്ചധികം പെറ്റൂണിയെ സേഫാക്കി വയ്ക്കണം. ഒരുപാട് നശിച്ചു പോയേ. സത്യം പറഞ്ഞാൽ കെയറിങ്ങിനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ് പ്ലാന്റ് മിസ്സാവുന്നത്. നമ്മുടെ ജൂലിയറ്റ് വൈറ്റിലൊരു പൂ വന്നിട്ടുണ്ട് കേട്ടോ, ചെറുതായിട്ട്. അപ്പോൾ ഞാൻ പൂ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇനി ഇതിൻ്റെ മണ്ടയും കാര്യങ്ങളും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. അതിൻ്റെ സ്റ്റെമ്മ് കുറച്ച് സ്റ്റേബിൾ അല്ല കേട്ടോ. ഒന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അപ്പോഴേ അങ്ങ് താഴേക്ക് പോകുന്നതാണ്. പിന്നെ പെറ്റൂണിയയുടെ റൂട്ടിന് എന്തെങ്കിലും പ്രശ്നം വരും എന്ന് വെച്ചിട്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ നിർത്തിക്കൊണ്ട് കുറച്ച് കട്ടിങ്സ് എടുക്കാൻ പറ്റുകയാണെങ്കിൽ എത്രയും നല്ലതാണ്. പെട്ടെന്ന് പൊടിപ്പിക്കാമല്ലോ. പിന്നെ ഇത് നമ്മുടെ ഈസി വേവ് ബ്ലൂവിൻ്റെ പെറ്റൂണിയ സീഡാണ് കേട്ടോ. രണ്ടിലും ജെർമിനേഷൻ വന്നിട്ടുണ്ട്. നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ഇട്ട് കഴിഞ്ഞാൽ മുളയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ. ഇപ്പോൾ വീട്ടിലേക്ക് പോകുന്നൊരു ടൈമാണ്. അപ്പോൾ നല്ലൊരു മഴ പെയ്തു. അപ്പോൾ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൻ്റെ സൈഡിലേക്ക് കയറി നിന്നു. അപ്പോൾ പഴയ നൊസ്റ്റാൾജിക് ഫീല് ഒരു ഫ്ലവർ കണ്ടു കേട്ടോ. ഇത് നമ്മൾ പണ്ടൊക്കെ ഇങ്ങനെ നടക്കുന്ന സമയത്തൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു എല്ലാ വീടുകളിലും. ഇപ്പോൾ ഇത് കാണാനില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു പ്ലാന്റിൽ ഫ്ലവർ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനതിങ്ങനെ എടുത്തു. അമ്മ പറയുന്ന കേട്ടോ, ഇതെന്തോ പറിച്ചു കഴിഞ്ഞാൽ കണ്ണിന് അസുഖം വരുമെന്നോ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. എനിക്ക് കറക്റ്റ് കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷെ എനിക്കൊരു ഇഷ്ടം തോന്നിയിട്ട് ഞാൻ ആ അപ്പുറത്തെ സൈഡിൽ നിന്നിട്ട് ആ ഒരു ഫ്ലവറിനെ പറിച്ചിട്ട് യക്ഷിനിങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ അവനത് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അവൻ അതെല്ലാം തട്ടി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വീട്ടിൽ പോയിട്ട് തിരികെ വന്ന ശേഷമുള്ള പണികളാണ് കേട്ടോ. കുറച്ച് ഈസി വേവിൻ്റെ പെറ്റൂണിയനെ ഇതുപോലെ ട്രേ പ്ലാന്റിലിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ചധികം തൈകളെ ഇതുപോലെ മാറ്റി നടാനായിട്ട് ആണ് കേട്ടോ. രാത്രി ടൈമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിൽ ഞാനിതുപോലെ മാറ്റി നടുകയാണ് കേട്ടോ. ഭയങ്കര പാടായിരുന്നു മാറ്റി നടാൻ. കാരണം എനിക്കിത് ഭയങ്കര വശമില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ തപ്പിപ്പിടിച്ച് വെച്ചിട്ടുണ്ട്. സെറ്റാവുന്നുണ്ടെങ്കിൽ വീഡിയോ ചെയ്യാം കേട്ടോ. സെറ്റായില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ പഠിക്കാമല്ലോ. നമ്മൾ ചെയ്ത് വരുമ്പോഴാണ് ഓരോ കാര്യങ്ങളും നമുക്ക് മനസ്സിലാവുന്നത്. മറ്റൊരാൾ പറഞ്ഞു തരുമ്പോഴും, അതായത് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴും ഒക്കെ അങ്ങനെ തന്നെയാണല്ലോ. പ്രാക്ടിക്കൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞു വരുന്നത് നമ്മൾ മറ്റൊരാൾ പറഞ്ഞു തരുന്നത് നമ്മൾ പ്രാവർത്തികമാക്കുമ്പോഴാണ് നമുക്കത് കൂടുതൽ മനസ്സിലാവുന്നത്. അപ്പോൾ അതാണ് ഞാനിത് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് റെസ്റ്റില്ലാത്ത പണിയാണ്. ഒരു 3 സീനി കിട്ടിയിട്ടുണ്ട്. കണ്ട പാടി തന്നെ ഞാൻ വാങ്ങിക്കൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ദൂരം നമ്മുടെ ഇവിടെ നിന്ന് കുറച്ച് ദൂരം പോയപ്പോഴത്തേക്കും അവിടെ കണ്ടതാണ്. അങ്ങനെ അവിടെ നിന്ന് 3 സീനിയും ഞാൻ സ്വന്തമാക്കിയിട്ട് വന്നു. സത്യം പറഞ്ഞാൽ ഒരു വണ്ടിയിൽ കൊണ്ടുവരുന്ന കണക്കുള്ള പ്ലാന്റ്സൊക്കെയാണ് ഞാനൊരു നഴ്സറി പോകുമ്പോഴൊക്കെ കൊണ്ടുവരുന്നത്, നമ്മുടെ 2 വീലറിൽ. പിന്നെ നമ്മുടെ ബാൽസമൊക്കെ ഇവിടെ ഇങ്ങനെ പൂത്ത് അടിപൊളിയായിട്ട് കിടപ്പുണ്ട്. നമ്മുടെ പെരിച്ചാഴിയുടെ ശല്യമുള്ളത് കൊണ്ടാണ് ഒരു പ്രശ്നം. പിന്നെ ഒരു കമൻറ്റ് കണ്ടു, എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ പെരിച്ചാഴി ശല്യം ഉണ്ടാകുമെന്ന്. ഞാൻ ഇതിനൊന്നും എല്ലുപൊടിയും കാര്യങ്ങളും ഒന്നും കൊടുക്കാറില്ല കേട്ടോ. അല്ലാണ്ടാണ് നട്ട് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം നാടൻ ബാൽസമാണ് കേട്ടോ. ഇടവിട്ട്
ഇടവിട്ട് ഡബിൾ പെറ്റൽസ് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നടാനുള്ള സ്ഥലപരിമിതിയൊക്കെ കൊണ്ടാണ് പ്ലാന്റ്സൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. ഒരു കമൻറ്റ് കണ്ടിരുന്നു, മുറ്റം ഒരുപാടുണ്ടല്ലോ, ക്ലീൻ ചെയ്തിട്ട് റോസ് പ്ലാന്റൊക്കെ നട്ടൂടെയെന്ന്. അത് എന്ന് വെച്ചാൽ നമ്മുടെ വീടൊരു കയറ്റത്തിൽ വരുന്നത് പോലെയാണ്. അപ്പോൾ അവിടെയൊക്കെ നട്ട് കഴിഞ്ഞാൽ വണ്ടി കയറി തിരിയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യാതിരിക്കുന്നത്. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മുറ്റം എത്ര വൃത്തിയാക്കിയാലും പെട്ടെന്ന് ഇങ്ങനെ പുല്ല് പിടിക്കുന്ന ഒരു ടൈപ്പാണ് ഇവിടെ.